വാഗമൺ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ തൂക്കുപാലം പൊട്ടി 15 പേർക്ക് പരിക്ക്. കോലാഹലമേട് ആത്മഹത്യാ മുനമ്പിനടുത്താണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ആഴ്ച കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്ത തൂക്കുപാലമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ഈരാറ്റുപേട്ട, കട്ടപ്പന ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? അശ്വതി, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ സ്വദേശി ദർശൻ പദ്ധതി പ്രകാരം കഴിഞ്ഞ 17-ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഉദ്ഘാടനം ചെയ്ത പദ്ധതികളിൽപ്പെട്ട തൂക്കുപാലമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. കോലാഹലമേട് ആത്മഹത്യാ മുനമ്പിലെ 2 മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചായിരുന്നു ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയം 2 പേർക്കാണ് ഈ പാലത്തിൽ കൂടെ നടക്കാൻ കഴിയുന്ന തരത്തിലാണ് തൂക്കുപാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ കൂടുതൽ ആളുകൾ പാലത്തിൽ കൂടെ മറുവശത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴാണ് ഈ തൂക്കുപാലം പൊട്ടി ആളുകൾ താഴേക്ക് വീണത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 40 അടിയോളം താഴേക്ക് ഉണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ അപകടത്തിൽപ്പെട്ട പലരുടെയും കൈകാലുകളും മറ്റും ഒടിഞ്ഞാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. മറ്റ് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 25 പേരടങ്ങുന്ന സംഘം അങ്കമാലി മഞ്ഞപ്ര സെന്റ് ജോർജ് പള്ളിയിൽ നിന്നുള്ള വിനോദസഞ്ചാരത്തിനെത്തിയ ആളുകളായിരുന്നു. ഇവരിൽ വിദ്യാർത്ഥികളും ഒപ്പം അധ്യാപകരുമാണ് ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കന്യാസ്ത്രീകൾ അടക്കമുള്ളവർക്കും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിലെയും കട്ടപ്പനയിലെയും ആശുപത്രികളിലേക്കാണ് ഈ ആളുകളെ കൊണ്ടുവരുന്നത്. 3 പേർക്ക് ഏതാണ്ട് ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരാളുടെ തലയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നും നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. അനീഷ്, ഇവരെ നിയന്ത്രിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. 2 പേർ കയറേണ്ട തൂക്കുപാലത്തിൽ 15ഓളം പേർ കയറുക എന്ന് പറയുമ്പോൾ അവിടെ ഇവരെ നിയന്ത്രിക്കാനും മറ്റും ആരും ഇല്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? അശ്വതി, വിശ്വാസ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന കമ്പനിയാണ് ഈ തൂക്കുപാലത്തിന്റെ നിർമ്മാണം നടത്തിയിരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ശേഷം കഴിഞ്ഞ 17-ാം തീയതി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി MM മണിയും ജോയ്സ് ജോർജ് MP അടക്കമുള്ളവരും പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ നടക്കുകയും ചെയ്തത്. എന്നാൽ ഇതിനുശേഷം ഇതൊരു ഓപ്പറേഷണൽ രീതിയിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ രീതിയിലേക്ക് ഈ തൂക്കുപാലത്തിന്റെ പ്രവർത്തനങ്ങൾ മാറിയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഇത് നിയന്ത്രിക്കുന്നതിനുള്ള ആളുകളും മറ്റു ജീവനക്കാരും മറ്റും ഉണ്ടായിരുന്നില്ല. ഒപ്പം ഇത്തരത്തില് തൂക്കുപാലത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ കൂടെ കയറുമ്പോൾ വേണ്ട ചില സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. ഇത്തരം ശരീരത്തിൽ ലൈഫ് ജാക്കറ്റ് പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലെ ഇത്തരം സംവിധാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ധരിക്കേണ്ട ചില മുൻകരുതലുകൾ, സാമഗ്രികളുണ്ട്. ഇവയൊന്നും ധരിക്കാതെയാണ് ഈ ആളുകൾ ഇതിലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഒരു പ്രവർത്തന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം വലിയൊരു അപകടം. നിയന്ത്രിക്കാൻ ആളും ഇല്ലായിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയിരിക്കുന്നു. എന്തായാലും പലർക്കും ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അശ്വതി, അനീഷ് പറഞ്ഞതുപോലെയാണെങ്കിൽ വലിയൊരു വീഴ്ചയല്ലേ അവിടെ സംഭവിച്ചിരിക്കുന്നത്? തുറന്നു കൊടുത്തിട്ടില്ല നാട്ടുകാർക്കായി അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്കായി. അവിടം വാഗമണ്ണിലെ തൂക്കുപാലം തുറന്നു കൊടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന അപകടത്തിന് പിന്നിൽ അവിടെയുള്ള അധികൃതർ ഉത്തരം പറയേണ്ട ഒരു കാര്യമല്ലേ? അവിടത്തേക്ക് എങ്ങനെയാണ് ഇവർ എത്തിയത് എന്ന് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് എന്തെങ്കിലും ലഭ്യമാണോ അനീഷ്? അശ്വതി, ഇത്തരം വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും നാട്ടുകാരുമായി പലരുമായി നമ്മൾ ഫോണിൽ ആശയവിനിമയം നടത്തിയപ്പോൾ മനസ്സിലായത് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ച ഘട്ടം മുതൽ കൃത്യമായ എതിർപ്പുകൾ അല്ലെങ്കിൽ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെ പറ്റിയുള്ള പരാതികൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അവർ ഉദ്ദേശിച്ച രീതിയിലല്ല അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചല്ല ഈ നിർമ്മാണം നടന്നതെന്നാണ് അവർ പലരും പരാതി പറയുന്നത്. ഒപ്പം തെരഞ്ഞെടുപ്പ് കാലം മുന്നിൽ കണ്ട് ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്തി ഈ പദ്ധതി സമർപ്പിച്ചതായി അറിയിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ വിവരം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും പദ്ധതി പ്രാവർത്തികമാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല. അതുകൊണ്ട് തന്നെ ആ തൂക്കുപാലത്തിൽ നിയന്ത്രിക്കാനുള്ള ആളുകളോ അല്ലെങ്കിൽ യാത്രക്കാരെ അവിടേക്ക് കടത്തിവിട്ട് കഴിഞ്ഞാൽ ബാക്കി ഉത്തരവാദിത്വം ഒന്നും നിർവഹിക്കുന്നില്ല. കോലാഹലമേട് ആത്മഹത്യാ മുനമ്പിന്റെ പിൻവശത്ത് അല്ലെങ്കിൽ മുന്നിൽ ഒരു കൗണ്ടറുണ്ട്. അവിടെ നിന്നും ടിക്കറ്റ് എടുത്താണ് ഈ ആത്മഹത്യാ മുനമ്പിലേക്ക് കയറുന്നത്. അവിടെ കയറിയ ശേഷം പിന്നീട് പല ഭാഗത്തേക്കും ആളുകൾക്ക് തിരിഞ്ഞു പോകാം. അവിടെ നിന്നും പ്രത്യേകം പണം നൽകേണ്ട ആവശ്യമില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ വളരെ കാലിയായി ഇത്തരത്തിലൊരു തൂക്കുപാലം കാണുമ്പോൾ സ്വാഭാവികമായി യാത്രകൾക്ക് വരുന്ന ആളുകൾ അല്പം സ്വാഭാവികതയും മറ്റും കാണിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവരാണ്. അനീഷ്, ഞാൻ അനീഷിലേക്ക് മടങ്ങിയെത്തും. ഇപ്പോൾ ശ്രീ PC ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ PC ജോർജ്, ഒരു വലിയ അപകടം വാഗമണ്ണിൽ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ മാസം ഉദ്ഘാടനം നിർവഹിച്ച തൂക്കുപാലം, വാഗമണ്ണിലെ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്ത പാലം
തകർന്നിരിക്കുന്നു. തകർന്ന 15 പേർക്ക് വലിയ പരിക്കുണ്ടായിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരം ലഭിക്കുന്നുണ്ടോ? ഞാനിപ്പോ നിങ്ങൾ പറയുന്നത് വലിയ അപകടമൊന്നുമില്ല, ഇതൊരു നിസാര അപകടമായിട്ട് എന്റെ മുമ്പില്. ഞാനിപ്പോ അവിടെ മെഡിക്കൽ പറ്റിയവരുടെ കൂടത്തിൽ നിൽക്കുകയാണ്. അവര് 11 പേര് ഈരാറ്റുപേട്ട എയിംസ് ഹോസ്പിറ്റലുണ്ട്. അത് മന്ത്രി M.M. മണിയും അൽഫോൺസ് കണ്ണന്താനം ഉദ്ഘാടനം ചെയ്തതാ. അവിടെ ഒരു ഇത് കയറാൻ പാടില്ല എന്നുള്ള ഒരു ബോർഡൊന്നും ഇല്ലായിരുന്നു. ഇത് സൺഡേ സ്കൂൾ അധ്യാപകരാണ്. സിസ്റ്റേഴ്സും ഒരു വൈദികനും മറ്റേ സൺഡേ സ്കൂൾ അധ്യാപികമായിട്ട് വേണം. അതിൽ 2 പേരുടെ മാത്രം കാലിന് പരിക്കുണ്ട്. ബാക്കിയെല്ലാം നിസാര പരിക്കുകളാണ്. അവരെല്ലാവരും എന്റെ ചുറ്റുമുണ്ട്. ഇപ്പോ വേണമെങ്കിൽ സംസാരിപ്പിക്കാൻ പറ്റുന്ന നിലയിലുണ്ട്. ശ്രീ പി സി എന്താണ് അവർ പറയുന്നത്? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് പറയുന്നത്? അവരതിന് ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്, ഒന്നുമില്ല കയറെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരതിനെ കൊണ്ട് കയറിപ്പോയി. അത് ഒടിഞ്ഞ് താഴോട്ട് വീണു. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഞാൻ അവിടെ അവിടെ ഉണ്ടായ ഒരു വൈദ്യുതി അദ്ദേഹത്തിന് കൊടുക്കാം. ശരി, കൊടുക്കും. ഒരു ചാനലാണ്. ആ ചാനൽ ഫാദർ ന്യൂസ് 18 കേരളം ചാനലിൽ നിന്നാണ്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അപകടം പരിക്ക് പറ്റി സാരമില്ല, അച്ഛനെ കൊടുക്കാം. ഫാദർ കേൾക്കാമോ? ഹലോ ഫാദർ കേൾക്കുന്നുണ്ടോ? ഫാദർ താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇത് ന്യൂസ് 18 കേരളം ചാനലിൽ നിന്നാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? പലരും ആശങ്കയിലാണ്. നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതരാണോ? എന്താണ് നിങ്ങളുടെ അവസ്ഥ? യാതൊരു വിധത്തിലുള്ള ആശങ്കയ്ക്കും വകയില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. ഞങ്ങള് ഈ വാഗമൺ പാരാഗ്ലൈഡിംഗ് വ്യൂ പോയിന്റ് അവിടെ ഉള്ള നൂൽപ്പാലത്തിൽ കയറുകയായിരുന്നു. 15 പേരുണ്ടായിരുന്നു. അത് പൊട്ടിയാൽ താഴെ വീണു. ഏതാനും പേർക്ക് ചെറിയ പരിക്കുണ്ട്. അത് നിരീക്ഷണത്തിലാണ്. യാതൊരുവിധ വകയില്ല. പക്ഷെ അവിടെ ഞങ്ങൾക്ക് ആശങ്കയുള്ളത് അവിടെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നില്ല എത്ര പേര് കയറാൻ എങ്ങനെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കയറി ചെയ്താണ് അത് പൊട്ടി താഴെ വീഴുകയും ചെയ്തു. എത്ര ഉയരത്തിലായിരുന്നു ഈ അപകടം ഉണ്ടായത്? എത്ര താഴേക്കാണ് വീഴുന്നത്? ഒരു 30, ഓരോ സ്ഥലത്ത് ഓരോ അടി. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ 30 അടി, ബാക്കിയുള്ളത് 20 അടി, അങ്ങനെ 10 അടി. അങ്ങനെ ഈ ഒരു കുഴി പോലെ സ്ഥലത്തുള്ള പാലമാണ് സർ. വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാമോ ഫാദർ? വലിയൊരു അപകടം ഒഴിവായി, തീർച്ചയായിട്ടും വലിയൊരു അപകടം ഒഴിവായി. അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്തത് ടെലിഫോൺ PC ജോർജിന് നൽകാമോ? കൊടുക്കാം സാർ. ഹലോ ശ്രീ PC ജോർജ്, ഫാദർ ജോബ് കൂട്ടുങ്കൽ അദ്ദേഹം പറഞ്ഞത് വലിയൊരു അപകടം ഒഴിവായി എന്നാണ്. ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സുരക്ഷാ ബോർഡ് പോലും സ്ഥാപിക്കാത്തത് അത് വലിയൊരു വീഴ്ച തന്നെയല്ലേ? എനിക്ക് ബന്ധപ്പെട്ട കാര്യമല്ല. കാരണം അവിടെ ഒരു ടൂറിസം ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മണിസഖാവും അൽഫോൺസ് കണ്ണന്താനം കൂടെ ഏതോ ഒരു പരിപാടി അർപ്പിച്ചു വെച്ചതാണ്. ഞാൻ അത് എന്താന്ന് പോലും കണ്ടിട്ടില്ല. ഈ അപകടം ഉണ്ടായപ്പോഴാണ് ഇതിങ്ങനെ ഉദ്ഘാടിച്ചത് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഏതായാലും ഞാൻ ഇന്ന് എല്ലാം നാളെ അവിടെ പോകുന്നുണ്ട്, നോക്കുന്നുണ്ട്. അവിടെ വേണ്ട കാര്യങ്ങൾ എന്താണ് ചെയ്യും. ഇടുക്കി ജില്ലയാണ്. കാരണം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. നോക്കട്ടെ, അതേ എനിക്ക് പറയാൻ പറ്റും. എന്തായാലും പരിക്കേറ്റവരുടെ ഒന്നും നില ഗുരുതരമല്ല എന്ന് കരുതാം. ഉത്തരവാദിത്തോട് ഞാൻ പറയുന്നത് ഗുരുതരമായി ആർക്കില്ല. 11 പേരാണ് വന്നത്. അതിൽ 9 പേർക്ക് നടക്കാം, ഒരു കുഴപ്പമില്ല. ഒരു വൈദികനുണ്ട്. അദ്ദേഹത്തിന് കൈകൾ ചെറിയ അബ്രിയേഷൻ ഉണ്ട്. വേറൊന്നുമില്ല. ഒരു സിസ്റ്ററിന് ചെറിയ കാലിന് ഒടിവുണ്ട്. മറ്റൊരു സിസ്റ്ററിന് ഒടിവുകളെന്ന് തോന്നുന്നു. ഒരു സിസ്റ്ററിന്റെ സ്പൈനൽ കോഡിൽ എന്തോ ഒരു ഇച്ചിരി ഉണ്ടോ എന്ന് സംശയമുണ്ട്. ആ സിസ്റ്ററെ മാത്രമുള്ള ഒരു സീരിയസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന, വേറെ ഒന്നും സീരിയസ് ആയ പരിക്കുകളില്ല. താങ്കൾ ഈ അപകട സ്ഥലം സന്ദർശിക്കുമോ ശ്രീ PC ജോർജ്? തീർച്ചയായിട്ടും അവിടെ ഞാനും രോഗിയായിട്ട് ഇരിക്കണം. പക്ഷേ എങ്കിലും ഇത്രയും മോശമായ സംവിധാനം ഉണ്ടാകുമെന്ന് അന്വേഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എത്രയും വേഗം അവിടെ സന്ദർശിക്കും, വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. വളരെയധികം നന്ദി. ശ്രീ PC ജോർജ് MLA ആണ് ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നത്. അദ്ദേഹം ഇപ്പോൾ ഈരാറ്റുപേട്ട ആശുപത്രിയിൽ, കട്ടപ്പന ഈരാറ്റുപേട്ട ആശുപത്രിയിൽ ഈ അപകടം പറ്റിയവർക്കൊപ്പമാണുള്ളത്. അപകടം പറ്റിയെങ്കിലും അവർക്ക് ആർക്കും ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചത്. അനീഷിലേക്ക് ഒരിക്കൽ കൂടി. അനീഷ്, ഇപ്പോൾ ശ്രീ PC ജോർജ് MLA ആണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ അപകടം പറ്റിയ കൂട്ടത്തിലുള്ള ഒരു ഫാദർ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് വലിയൊരു അപകടം ഒഴിവായി, ഇപ്പോൾ ഭാഗ്യത്തിന് ആർക്കും വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്നുവെങ്കിലും അവിടെ യാതൊരു വിധത്തിലുള്ള ബോർഡോ മറ്റോ ഒന്നും സ്ഥാപിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഇത്ര പേർക്കേ കയറാവൂ എന്ന നിയന്ത്രണം
സംബന്ധിച്ച ബോർഡൊന്നും സ്ഥാപിച്ചിട്ടില്ല എന്ന്. അതൊരു വലിയ വീഴ്ച തന്നെയല്ലേ അനീഷ്? തീർച്ചയായും ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുക എന്നത് പ്രാഥമികമായ ഒരു കടമയാണ്. നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ പല ദുരന്തങ്ങളും ഇതുപോലെ നടന്നിട്ടുണ്ട്. ഇടുക്കിയിൽ തേക്കടിയിൽ ബോട്ട് അപകടത്തിൽ നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതായത് ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ബോട്ട് സവാരി നടത്തിയ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പാരാഗ്ലൈഡിങ്ങിനിടെ പലപ്പോഴും നടന്നു. ഇത്തരത്തിൽ സാഹസികമായ വിനോദസഞ്ചാരങ്ങൾ ഉള്ള ഇടമാണ് ഇടുക്കി ജില്ലയിലെ പലയിടങ്ങളും. ഇത്തരം സ്ഥലങ്ങളിൽ കൃത്യമായ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഇതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ ശേഷം മാത്രമേ ഇത്തരം ഉള്ള സൗകര്യങ്ങൾ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ പാടുള്ളൂ. ഇത്തരത്തിൽ അശ്രദ്ധ കാണിക്കുമ്പോഴാണ് പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് കാര്യം തീരുന്നത്. നേരത്തെ ഫാദർ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു അപകടത്തിലേക്ക് ഇത് നീങ്ങിയില്ല എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ 45 അടിക്ക് മുകളിൽ ഉയരമുള്ള സ്ഥലത്തു നിന്നും താഴേക്ക് പതിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ അപകടങ്ങൾ വരേണ്ടതാണ്. എന്തായാലും ഭാഗ്യം കൊണ്ട് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ തന്നെ ഈ പദ്ധതിക്കെതിരെ ഉയരും എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വാഗമണ്ണിൽ ലഭിക്കുന്നത്. കാരണം ഈ പദ്ധതി തുടങ്ങിയ സമയം മുതൽ വലിയ ആരോപണങ്ങൾ നാട്ടുകാർ പദ്ധതിക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഈ നിർമ്മാണം നടത്തിയ കമ്പനി വലിയ അഴിമതി നടത്തിയിരിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഈ പദ്ധതികളെ പറ്റി മൊത്തത്തിൽ പരാതികളാവും ഇനി ഉയരാൻ പോവുക. അശ്വതി, ഈ അനീഷ്, ഇപ്പോൾ ഇവർ എത്തിയവർ ഉല്ലാസയാത്രയ്ക്ക് എത്തിയവരാണ്. ഈ മഠത്തിൽ നിന്നുള്ളവർ, സൺഡേ സ്കൂളിൽ നിന്ന് ഉള്ളവർ, ഇവർ ഇതിൽ കയറി എന്ന് പറയുമ്പോൾ അവിടെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതിനു മുൻപും ആളുകൾ അവിടെ കയറിയിട്ടുണ്ട് എന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായും കയറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അവർക്ക് അവരുടെ ഭാഗത്തുനിന്നും പരാതി ഉണ്ടായിരുന്നതാനും. കാരണം 17-ാം തീയതി ഉദ്ഘാടനം നടന്നെങ്കിൽ പോലും ഒരു ഓപ്പറേഷണൽ രീതിയിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ നീങ്ങില്ല. അതായത് കൈകാര്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും സർക്കാരിന് വിട്ടു നൽകിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഇതിൽ പ്രവേശിപ്പിക്കാനുള്ള ആളുകൾ വേണം. കൃത്യമായി എത്ര പേർ കയറുന്നുണ്ട്, എത്ര പേർ മറുവശത്ത് ഇറങ്ങുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കണം. ഒപ്പം ഈ തൂക്കുപാലത്തിന് എന്തെങ്കിലും സാങ്കേതികമായ തകരാറുകളുണ്ടോ, മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യങ്ങൾ നോക്കണം. ഒപ്പം സുരക്ഷാ മാനദണ്ഡങ്ങൾ, ശരീരത്ത് ചില ജാക്കറ്റുകൾ ഇടുന്ന രീതിയിൽ ചില കൊളുത്തുകൾ ശരീരത്തിൽ വെക്കുന്ന രീതിയിലുള്ള ചില ക്രമീകരണങ്ങളും വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത്തരം കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. അതായത് സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് യാതൊരു പ്രാധാന്യവും നൽകാത്ത, അല്ലെങ്കിൽ അത് തീരെ വകവെക്കാത്ത രീതിയിലുണ്ടായിരുന്ന ഒരു പ്രവർത്തനമാണ് ഈ 17-ാം തീയതി കഴിഞ്ഞ് നടന്നിരുന്നത്. അതിനൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും പൂർണ്ണമായും ഇതിന്റെ കൈകാര്യ ചുമതല ഇവിടുത്തെ ടൂറിസം വകുപ്പിന് കൈമാറിയിട്ടില്ല എന്നാണ്. വിശ്വാസ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അവരുടെ കൈവശം തന്നെയാണ് ഇപ്പോഴും ഈ പദ്ധതി ഇരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വതി, അനീഷ്, അന്നത്തെ ആ ഉദ്ഘാടനത്തിന്റെ ദൃശ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഇതുപോലെ തുറന്നു കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ദൃശ്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ തൂക്കുപാലത്തിന്റെ ഒരു നിർമ്മാണം, അതെങ്ങനെയാണ് അതിന്റെ ഒരു ഘടന? ഇത് വലിയൊരു അപകടം തന്നെയാണോ വഴിമാറിയിരിക്കുന്നത്? അശ്വതി, ഇത് കോലാഹലമേട് ആത്മഹത്യാ മുനമ്പിലാണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. ആത്മഹത്യാ മുനമ്പിൽ പൈൻ കാടുകൾക്കൊക്കെ അടുത്തായിട്ട് 2 മലകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയിൽ, അതായത് വലിയ ഉയരമുള്ള മലകളല്ല, ചെറിയ മലകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ തൂക്കുപാലം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിന്റെ ചിത്രങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഉദ്ഘാടനം നടന്നുകൊണ്ട് തന്നെ പുറത്തേക്ക് കാര്യമായി ഈ തൂക്കുപാലത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും ഈ സാക്ഷികളും ഒപ്പം നാട്ടുകാരും നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് 40 അടിയിലധികം താഴ്ച മുകളിൽ താഴേക്കുണ്ട്. ഏതാണ്ട് 7 ആൾ പൊക്കത്തിലുള്ള താഴ്ചയോളം ഈ തൂക്കുപാലത്തിൽ നിന്നും താഴേക്കുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാവാനിടയുള്ള അപകടത്തിന്റെ തോത് ഒരുപക്ഷെ ഇനിയും വർദ്ധിച്ചേനെ. പക്ഷേ അത്തരം വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. PC ജോർജും ഒപ്പം അപകടത്തിൽപ്പെട്ട വൈദികനും പറഞ്ഞത് പ്രകാരം 9 പേരിപ്പോൾ ഈരാറ്റുപേട്ടയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. അവരിൽ ഒരു സിസ്റ്ററിന്റെ കാലിന് നല്ല പരിക്ക് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരാളെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വൈദികന്റെ വാക്കിൽ നിന്നും മനസ്സിലായത് കാര്യങ്ങൾ തൃപ്തികരമാണ്, മറ്റ് ദുരന്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അപകടത്തിന്റെ തോത് കുറവാണ് എന്നാണ്. എങ്കിലും ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അധികൃതർ പുലർത്തേണ്ട ജാഗ്രത, ഒരു ചെറിയ ജാഗ്രത കുറവ് പോലും വലിയ അപകടങ്ങളിലേക്ക് നയിക്കുന്ന മുൻകാല സാഹചര്യം ഇടുക്കിയിലുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പോലും കൂടുതൽ പാഠങ്ങൾ ഇപ്പോഴും അധികൃതർ പഠിക്കുന്നല്ല എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രസക്തമാകുന്ന കാര്യം. അശ്വതി, വാഗമൺ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ തൂക്കുപാലം പൊട്ടി 11 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. വാഗമണിലെ ഒരു പ്രദേശവാസി ഹരി ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഹരി, കേൾക്കാമോ? ഹരി, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇപ്പോൾ എന്തായാലും ഭാഗ്യവശാൽ വലിയ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നറിയുന്നു. വലിയ പരിക്കുകളൊന്നുമില്ല. അതില് 32 പേര് കയറി, അതുകൊണ്ട് ഇത്ര വലിയ അപകടം ഉണ്ടായെന്ന് പറയുന്നത്. അതിന്റെ
അതിനുള്ള കപ്പാസിറ്റി അത്ര ഇല്ലായിരുന്നു. ഹരി തൂക്കുപാലത്തിൽ കയറിയിട്ടുണ്ടോ? ബർമ ബ്രിഡ്ജ് ഇതില് മാക്സിമം ഒരു 5 പേർ കയറി ഒരു സമയം നിൽക്കാൻ പറ്റുള്ളൂ. ഹരി കയറിയിട്ടുണ്ടോ ഈ തൂക്കുപാലത്തിൽ? കയറിയിട്ടുണ്ട്. ഇത് ഉദ്ഘാടനത്തിന് ശേഷം അവിടെ മറ്റു ബോർഡുകളോ മുന്നറിയിപ്പുകളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. ആർക്കു വേണമെങ്കിലും ചെന്നാൽ കയറാമെന്ന രീതിയിലാണോ? അല്ല, ഇതിന്റെ ഉദ്ഘാടനം സുസരവന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ആയിട്ട് തുടങ്ങുന്ന ഈ വരുന്ന മാസം 8-ാം തീയതി വെച്ചത്. ശരി, ഇപ്പോൾ അവിടെ ചെന്നാൽ ആർക്ക് വേണമെങ്കിലും ഈ തൂക്കുപാലത്തിൽ കയറാമോ? ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഇനിയിപ്പം എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. അവിടെ മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും തന്നെ ഇല്ല? ഇതുവരെ ഇല്ല. എത്ര പേർക്കാണ് കയറാമെന്നാണ് ഹരി പറഞ്ഞത്? മാക്സിമം 5 പേർക്ക്. 5 പേർക്ക് കയറാവുന്ന പാലത്തിലാണ് 11 പേരാണ് അവർ കയറിയത്. 11 പേരല്ല, 32 പേർ ഒരേ സമയം. അതിലെ ആ സംഘത്തിലെ ഒരു ഫാദർ നമുക്കൊപ്പം അല്പസമയം മുമ്പ് ടെലിഫോണിൽ ചേർന്നു. വളരെയധികം നന്ദി ഹരി ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച്, ആ ഫാദർ പറഞ്ഞതനുസരിച്ച് 11 പേരാണ് അവർ പാലത്തിൽ കയറിയത് എന്നാണ്. അതിൽ ആർക്കും വലിയ പരിക്കുകളില്ല. 2 സിസ്റ്റർമാർക്ക് കാലിനും ഒരാൾക്ക് നട്ടലിനും പരിക്കേറ്റിട്ടുണ്ട്. അനീഷിലേക്ക് ഒരിക്കൽ കൂടി. അനീഷ്, ഇപ്പോൾ വാഗമണിൽ നിന്നും ഒരു പ്രദേശവാസി ഹരി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നപ്പോൾ അത് ശരിയാണോ, എത്രമാത്രം ശരിയാണോ എന്നറിയില്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല എന്നാണ്. തീർച്ചയായും അശ്വതി, അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുണ്ടോ എന്ന് നമുക്ക് ഇനിയും അറിയില്ല. പക്ഷേ നാട്ടുകാരിൽ നിന്നും പഞ്ചായത്ത് അംഗങ്ങൾ അടക്കമുള്ളവരിൽ നിന്നും നമ്മൾ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ലഭ്യമായ വിവരം 17-ാം തീയതി ഈ മൊത്തം പദ്ധതികളിൽ, അതായത് ഗവി, തേക്കടി, വാഗമൺ ടൂറിസം സർക്യൂട്ട്, അതായത് സ്വദേശി ദർശൻ പദ്ധതിയിൽ പെടുത്തിയുള്ള ഉദ്ഘാടന കൃത്യങ്ങൾ, ഈ മൊത്തം പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടികൾ നടന്നു കഴിഞ്ഞിരുന്നു. എന്നാൽ ഔദ്യോഗികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഈ തൂക്കുപാലത്തിന്റെ കൈകാര്യ ചുമതലകൾ കൈമാറിയിട്ടില്ല എന്ന വിവരം ലഭിച്ചു. അതായത് ഇപ്പോഴും അത് ഈ നിർമ്മാണ കമ്പനിയുടെ കൈവശം തന്നെയാണ് ഇരിക്കുന്നത്. അവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ പൂർത്തിയായിട്ടുണ്ടാവില്ല. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവാത്തതുകൊണ്ടായിരിക്കാം ഈ കൈമാറ്റം ചെയ്യുന്നത് താമസിക്കുന്നത്. ഇത്തരം ഒരു ഘട്ടത്തിൽ പോലും ഈ ഔദ്യോഗികമായി കൈമാറുന്നത് പോലും. ശരി അനീഷ്, ഞാൻ അനീഷിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ മുൻ പഞ്ചായത്ത് മെമ്പർ രാജീവ് നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ രാജീവ്, താങ്കൾ കേൾക്കാമോ? കേൾക്കാം, എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നു? അവിടെ മുന്നറിയിപ്പ് ബോർഡുകളൊന്നുമില്ല, സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അതിന്റെ ഒരു പ്രശ്നം നിലവിൽ അത് ഈ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിൽ പോലും ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ് ബഹുമാനപ്പെട്ട അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷെ നിലവിൽ അത് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായില്ലെന്ന് മാത്രമല്ല, ഈ എക്യുപ്മെന്റ്സ് ഒന്നും ഈ പറയുന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഹാൻഡ് ഓവർ ചെയ്തെങ്കിൽ മാത്രമേ അത് സുരക്ഷ ഒരുക്കേണ്ട കാര്യം ഗവൺമെന്റ് ഉള്ളത്. ഒന്ന് DTPCക്കും DMCക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് ഒന്ന് വിശ്വാസ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയാണിത് നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും അഡ്വഞ്ചറായിട്ടുള്ള സംവിധാനം ചെയ്യുമ്പോൾ അവർ ഒരിക്കലും അത് പാലിക്കേണ്ട സുരക്ഷാ ക്രമങ്ങൾ അവർ പാലിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇത് ഉദ്ഘാടനം കഴിഞ്ഞു, ഈ തൂക്കുപാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു ശ്രീ രാജീവ്? എല്ലാത്തിന്റെയും ഉദ്ഘാടനം കഴിഞ്ഞതാണ്, എല്ലാത്തിന്റെയും. കാരണം ഈ പൂർത്തിയാകാതെ എങ്ങനെയാണ് ഉദ്ഘാടനം പൂർത്തിയാക്കുന്നത്? ഉദ്ഘാടനം ചെയ്യില്ല. അത് നമ്മൾ അതിന്റെ അകത്തൊരു പ്രശ്നം വന്നത്, ഇത് ഈ നിലവിലുള്ള ആക്ടിവിറ്റീസ് പെടുന്ന സംഭവമല്ല. ഇത് കുറെ ആളുകൾ ഇങ്ങനെ വന്ന് കയറി, നിലവിൽ 2 പേർക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ഒരു തൂക്കുപാലാണത്. നിലവിൽ അതിന്റെ ആക്ടിവിറ്റീസ് അതാണ്. ഒരു ബസ്സിനകത്ത് ഒരു 32 പേരിങ്ങി വന്നു. അവരെ തടസ്സപ്പെടുത്താൻ ആളില്ലായിരുന്നു. ആരോടും ചോദിക്കാതെ ഇവരതിന്റെ അകത്ത് കയറി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് സത്യമാണ്, അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ്. പക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ അധികാരികൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് ഉണ്ടായിരുന്നോ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു? അതുണ്ടായില്ല എന്ന് പറയുന്നത് അത് ഈ നിർമ്മാണ പ്രവർത്തനം ഏർപ്പെടുന്ന കമ്പനിയുടെ പ്രശ്നമാണത്. നിർമ്മാണം നടക്കുകയാണെന്നൊരു ബോർഡ് ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല അവര്. അപ്പോ പിന്നെ വന്നവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉദ്ഘാടനം കഴിഞ്ഞ പാലമാണ്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, വന്ന് കയറിയ ആളുകളെ സംബന്ധിച്ചുള്ള തെറ്റല്ല ഞാൻ പറഞ്ഞത്. നിലവിൽ അത് നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന വിശ്വാസം എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പറയുന്ന സുരക്ഷ ഒരുക്കേണ്ടത്. അവർ ആ കാര്യത്തിൽ പുറകോട്ട് പോയി. അത് മാത്രമല്ല, അവിടെ കുറെ അധികം പണം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു സംഭവത്തിനകത്ത് ഒറ്റപ്പെട്ട സംഭവം, പക്ഷെ അവരുടെ എക്യുപ്മെന്റ്സ് ഉൾപ്പെടെ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. കാരണം ഇവര് ഗവൺമെന്റിനോട് പറഞ്ഞിരുന്നത് കോടിക്കണക്കിന് രൂപ വർക്കാണ് അവിടെ നടക്കുന്നത്. ആ കോടിക്കണക്കിന് രൂപയ്ക്കകത്ത് ഗുണമേന്മയുള്ള സാധനമാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് അടിയന്തരമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്.
അതാണ് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ കമ്പനിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. തീർച്ചയായും അവിടെയുള്ള അധികാരികൾക്ക്, ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഇതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡില്ല, നിയന്ത്രിക്കാൻ ആളില്ല, വന്നവർ അതിൽ കയറി എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഒരു വലിയ അപകടമാണ് ഒഴിവായിരിക്കുന്നത്. അവർ അധികം ദൂരം പോകുന്നതിന് മുൻപാണ് ഈ പാലം പൊട്ടിയത് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ 7 അടി പൊക്കം അല്ലെങ്കിൽ 7 ആളടി പൊക്കം എന്നൊക്കെ പറയുമ്പോൾ വലിയ അപകടമാണ് ഒഴിവായിരിക്കുന്നത്. അങ്ങനെയല്ലേ ഹരി? അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയെങ്കിൽ പോലും ഗവൺമെന്റിനും അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനും ഈ കമ്പനി അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. ആ ഹാൻഡ് ഓവർ ചെയ്യാത്തോളം കാലം അവിടെ ഉള്ളത് DTPC DMC ആണുള്ളത്. അവർക്ക് കൊടുക്കാതെ എങ്ങനെ അവരതിന്റെ സുരക്ഷ അവർക്ക്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ആരാണ് സുരക്ഷ ഒരുക്കേണ്ടത്? രാജീവ്, നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന നിർമ്മാണം പൂർത്തിയാകത്തോടത്തോളം കാലം ആ കമ്പനി തന്നെയാണ് അത് നോക്കേണ്ടത്. അതിനകത്ത് ആള് കയറുന്നുണ്ടോ, അത് വീഴാൻ സാധ്യതയുണ്ടോ, അവിടെ ബോർഡ് വെക്കേണ്ടതെല്ലാം കമ്പനിയാണ്. അത് DTPC മാത്രം DTPC കുറ്റപ്പെടുത്തേണ്ട എന്നുള്ള രൂപത്തിൽ ഞാൻ പറഞ്ഞു. DTPC ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അവിടുത്തെ ഗാർഡുമാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ കമ്പനിക്കാണ്. അതെ, അവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? അവിടുത്തെ ഗാർഡുമാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു താങ്കൾ പറഞ്ഞു. ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അവിടെ ഉള്ളവരൊക്കെ എവിടെ പോയിരുന്നു? അവിടെ പരിമിതമായ ഗാർഡുമാർ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ആക്ടിവിറ്റീസ് മുഴുവൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ കൂടുതൽ ഗാർഡുകൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. ഗവൺമെന്റ് അല്ലെങ്കിൽ DTPC കൂടുതൽ ഗാർഡുകൾ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവര് നിർമ്മാണം പൂർത്തിയാക്കി ഹാൻഡ് ഓവർ ചെയ്യാതെ എത്ര പേര് വേണമെന്ന് അറിയാൻ പറ്റും? ആകെ 10-ൽ താഴെയുള്ള അത്രയും ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്ത് ആകെ 10-ൽ താഴെയുള്ള ഗാർഡുകൾ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 3-4 കിലോമീറ്ററോളം ടൂറിസം വ്യാപിച്ച് കിടക്കുന്നിടത്ത് 10 അല്ലെ 15 10-ൽ താഴെയുള്ള ഗാർഡുമാർ മാത്രമേ നിലവിലുള്ളൂ. ആരാണ് ഗാർഡുകളെ നിയമിക്കേണ്ടത്? DMC ആണ്. ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്മിറ്റി വാഗമൺ DMC ആണ് അത് നിർമ്മിക്കേണ്ടത്. DMCയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് DTPCയുടെ സെക്രട്ടറിയാണ്. DMCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സ്ഥലം MLA ആണ്. താങ്കൾ ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ ആ അപകടം നടന്ന സ്ഥലത്തേക്ക് താങ്കൾ എത്തിയോ? ഞാനവിടെ അവിടെ വന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഇനി എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക? ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? അടിയന്തരമായി ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഇവർ കൊടുത്തിട്ടുള്ള മുഴുവൻ എക്യുപ്മെന്റ്സിന്റെയും ഗുണമേന്മ പരിശോധിക്കുക. ഇവരെ പാലം പൊട്ടിയെന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ പാലം പൊട്ടിയപ്പോൾ പോലും ആ പാലത്തിന്റെ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ഗുണമേന്മ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റ് അടിയന്തരമായി അത് ചെയ്യുന്നത്. അത് മാത്രമല്ല, അഡ്വഞ്ചർ സാധനങ്ങൾ ഇനിയുണ്ട്. കുറേയധികം ആക്ടിവിറ്റീസ് ഉണ്ട്. സൈക്ലിംഗ് ഉണ്ട്, അതുപോലെ ATV ബൈക്കുകളുണ്ട്. ഇതെല്ലാം അടിയന്തരമായി ഇതിന്റെ ഗുണമേന്മകൾ പരിശോധിച്ച് ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടാനുള്ളത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ രാജീവ്. വാഗമൺ പഞ്ചായത്ത് മുൻ അംഗമാണ് നമ്മളോട് ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് കമ്പനി കൈമാറിയിട്ടില്ല, ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല, അതിനു മുൻപാണ് ഉദ്ഘാടനം നടന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. എന്തായാലും വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നു. വാഗമണിൽ തൂക്കുപാലം തകർന്ന 15 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. വലിയ ഗുരുതരമായ പരിക്കല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ബംഗളൂരുവിൽ എയർ ഷോ നടക്കുന്നതിന് സമീപത്തെ വാഹന പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. 100-ലധികം വാഹനങ്ങൾ കത്തിനശിച്ചു. എയ്റോ ഇന്ത്യ പ്രദർശനവേദിയിലെ കാർ പാർക്കിംഗ് ഏരിയയിലാണ് അപകടമുണ്ടായത്. ആളുകളെ സ്ഥലത്തു നിന്നും ഒഴിപ്പിച്ചു. 10ഓളം ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി തീയണയ്ക്കാൻ ശ്രമം തുടങ്ങി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് തീപിടിച്ചതിനെ തുടർന്നുണ്ടായ പുകയിൽ ശ്വാസം മുട്ടി കൊച്ചി നഗരം. സംഭവത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. അട്ടിമറി സാധ്യതയിൽ പോലീസ് അന്വേഷണത്തിന് കളക്ടറുടെ നിർദ്ദേശം. പ്ലാന്റിന്റെ 15 കിലോമീറ്റർ ചുറ്റളവിൽ പുക വ്യാപിക്കുകയാണ്. പുക നിയന്ത്രണത്തിന് നടപടി ആരംഭിച്ചെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഇന്നലെ വൈകിട്ടാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് തീപിടിച്ചത്. ഉടൻ അഗ്നിശമന സേനയെത്തി തീയണയ്ക്കാൻ ശ്രമം ആരംഭിച്ചെങ്കിലും ഇതുവരെ പൂർണ്ണമായി നിയന്ത്രണവിധേയമായിട്ടില്ല. തീ വളരെ പെട്ടെന്നാണ് പടർന്നു പിടിച്ചത്. തുടർന്ന് സമീപ പ്രദേശങ്ങളിലടക്കം പുക വ്യാപിക്കാൻ തുടങ്ങി. വൈറ്റില, അമ്പലമുകൾ, പനമ്പള്ളി നഗർ, മരട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പുക വ്യാപിച്ചതിനെ തുടർന്ന് നിരവധി പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടാവുകയും ചികിത്സ തേടുകയും ചെയ്തു. ആ ഭാഗത്തായിട്ടാണ് കൂടുതൽ പുക വരുന്നത്. പിന്നെ അതിന്റെ പ്രത്യേക കാരണം എന്താണെന്ന് അറിയാൻ പാടില്ല. ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് ശ്വാസം മുട്ടലൊക്കെ. ഇവിടെ നിന്ന് വന്ന പുക ഇന്നലെ കത്തി പിടിച്ചല്ല,
അതിൽ നിന്നുള്ള പുകയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ റവന്യൂ മന്ത്രി റിപ്പോർട്ട് തേടിയതിനെ തുടർന്ന് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. PSUകളുടെ എല്ലാ സഹായത്തോടെ ഇവർ ഏബിൾ ടു കൺട്രോൾ ദ ഫയർ ആസ് ഫാർ സർക്കംഫറൻസസ് കൺസേൺ. അത് സ്പ്രെഡ് ആകാത്ത രീതിയിൽ നൈറ്റ് വരെ എല്ലാം കൺട്രോൾ ചെയ്തു. പക്ഷേ ഇത് ഡെപ്ത് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വെള്ളം അടിച്ചുകൊണ്ടേയിരുന്നാലും താഴെ നിന്ന് ഈ സ്മോക്ക് വന്നുകൊണ്ടേയിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടവർക്ക് വൈദ്യസഹായം നൽകിയെന്നും വൈറ്റില ഹബ്ബിലടക്കം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. അതേസമയം പുക പടരുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നഗരസഭാ യോഗം തടസ്സപ്പെടുത്തി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഈ വർഷമുണ്ടായ 4ാമത്തെ തീപിടുത്തം കൊച്ചി നഗരത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. ഉടൻ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം സാധ്യമാണെന്നത് കാത്തിരുന്ന് കാണണം. ബ്രഹ്മപുരത്തു നിന്നും ക്യാമറമാൻ ഷിജോ എം ജെയിംസിനൊപ്പം SS ശരൺ, News 18.